ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോയാണ്. രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വൈകിട്ട് തൊട്ടുള്ള ഇച്ചിരി എടുത്തതേ ഉള്ളൂ. സത്യം പറഞ്ഞാലേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ വീഡിയോ എടുക്കാൻ അവളും ഒന്നും എടുക്കുന്നില്ല, ഞാനും ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ചില കമൻസിന് അതിൻ്റെ റിപ്ലൈ പറയാം. മെയിനായിട്ട് ഒരു കമൻറ്റ് വന്ന് അനിയത്തിയുടെ അവിടെ എന്താ പോയെന്ന്. നമ്മൾ നാട്ടിൽ വരുന്നുണ്ട് എല്ലാവരുടെയും വീട്ടിൽ പോവും, എല്ലാവരും അങ്ങനല്ലേ. അനിയത്തിയുടെ വീട്ടിൽ നിന്നു, പിന്നെ അവിടെ അടുത്ത് കുറച്ച് ദിവസം വന്ന് അവളുടെ അടുത്ത് വരാൻ കാര്യം അവൾക്ക് സത്യം പറഞ്ഞാൽ ഒരു മിനിറ്റ് അങ്ങോട്ട് വരാൻ ഒട്ടും സമയമില്ല. ഇവിടെ വന്ന് നമ്മൾ ഫോണൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഫോൺ എടുക്കാത്ത നമ്മൾ എന്തൊക്കെയോ അവൾ എന്താ ഇങ്ങനെ ഫോൺ എടുക്കാത്ത, അത്ര ബിസിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. കാരണം നമ്മൾ വന്ന് കാണുമ്പോഴേ അറിയത്തുള്ളൂ. അതിൻ്റേതായ രീതിയിൽ ഈ പാക്കിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നല്ല ബിസിയാണ്. രാവിലെ ആയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ അടുക്കളയിൽ ഇവിടെ ജോസ് പിന്നെ കൊറിയർ അയക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ കടയിലും ആരെങ്കിലും വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അപ്പോൾ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിൽ അത് ഓഫാക്കിയിട്ട് വേണം അവൾക്ക് വരാനായിട്ട്. പിന്നെ പറയും ചേച്ചിയുടെ അവിടെ പോകുമ്പോൾ ചേച്ചിയുടെ അവിടെ പോയില്ലേന്ന്. ചേച്ചിയുടെ അവിടെ പോയില്ലേന്ന് പറഞ്ഞാൽ പോയില്ല. അവർ ഞങ്ങൾ ചെന്ന സമയത്ത് 3-4 ദിവസം വീട്ടിലോട്ട് വന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട്, കാരണം ഇത്രയും ദിവസമല്ലല്ലോ, അങ്ങോട്ട് പോയില്ല. ഇവിടെ ഇവർ പറയുന്നത് ഞങ്ങളെന്നാൽ 3-4 ദിവസമെന്നും പറഞ്ഞ് നിന്നിട്ട് ഇത്രയും ദിവസം പിടിച്ച് നിന്നു. അവിടെ കൊച്ചുങ്ങളാണെങ്കിൽ അങ്ങ് പോളച്ചാച്ച എന്തിയെ പൈസ ചാച്ച എന്തിയെന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുക. 3-4 ദിവസമല്ല അതുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ പറഞ്ഞ് ചേച്ചിയെ കാണിക്കണേന്ന്. അപ്പം ഞാൻ എല്ലാവർക്കും അറിയാലോ, ഇപ്പോഴാണ് ഞാനും ബെൻസിയും തന്നെ വീഡിയോയുടെ മുമ്പിൽ കുറച്ച് നാളായതേ ഉള്ളൂ. എന്നിട്ട് ആദ്യമൊന്നും ഞങ്ങളൊന്നും വീഡിയോയുടെ മുമ്പിൽ എടുത്തിട്ട്, അപ്പം നാട്ടിലുള്ളവരെന്ന് പറയുമ്പം അവർക്ക് അതിൻ്റേതായ രീതിയിൽ ക്യാമറയുടെ മുമ്പിൽ വരാൻ, എൻ്റെ നാത്തൂനാന്നേലും നടക്കണേ, എൻ്റെ ബ്രദറും വരത്തില്ല. ഇപ്രാവശ്യം ഞാൻ ഇവിടെ ഒന്ന് വാടാ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെന്താ, ചിലർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ചേച്ചിയെ കാണിക്കാഞ്ഞത്. അമ്മയാണേലും വേണ്ട ഞാൻ ഇരിക്കുന്നു നോക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇല്ലമ്മേ സാരം ഇല്ലമ്മേ നല്ല ഇതാന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയെ എടുക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് കാണിക്കാത്തത്. ഇപ്പം ഈ പറയുന്ന ആളാണേലും ചിലർ, ഇപ്പം ഞങ്ങൾ ഇപ്പം ആരെങ്കിലും ഒരാൾ വരുവാണെങ്കിൽ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന്. കാരണം അവർക്കൊരു സംതിങ് ക്യാമറയുടെ മുമ്പിൽ വരാൻ പലർക്കും ഒരു മടിയുണ്ട്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? പിന്നെ ചില കമൻസൊന്നും ഞാൻ സ്ഥിരം എൻ്റെ പഴയ ആൾക്കാരായതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ അറിയാം നമ്മുടെ സിറ്റുവേഷനും എല്ലാം. പിന്നെന്താ, പിന്നെ ഒരു കമൻറ്റ് വന്നായിരുന്നു, ദോശ മറിച്ചിടാതെ മൂടി വെച്ച് വേവിച്ചു. ഞങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനെ മറിച്ചിട്ട കട്ടിയായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ മറിച്ചിടും. അതേസമയം ഇപ്പോൾ പേപ്പർ പോലെ ഇങ്ങനെ പരത്തി എടുക്കുവാണെങ്കിൽ അതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അത് പിന്നെ മൂടിയും വെക്കത്തില്ല, അതിങ്ങനെ മൊരിഞ്ഞ് കിട്ടും. അത് തിരിച്ചിടാറില്ല. അല്ലാതെ ദോശ സാധാരണ പണ്ട് തൊട്ടേ നമ്മളൊക്കെ അമ്മമാരൊക്കെ ചെയ്യുന്ന കണ്ടല്ലേ പഠിക്കുന്നത്. തിരിച്ചിട്ട മൂടി വെച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങനെ തിരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് പുതിയ ആൾക്കാരാണെന്ന് തോന്നി ഈ കമൻറ്റ് ഇട്ടത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ വന്ന് പറഞ്ഞത്. പഴവരെയുള്ള സ്ഥിരമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മീൻകറി വരെ റെസിപ്പി എല്ലാവർക്കും കാണാപ്പാടമാണ്. അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പിന്നെ വേറൊരു മോള് പറഞ്ഞായിരുന്നു, ഞങ്ങളില്ല ചക്ക ഇലയെ തിന്നണേ, ഓസ്ട്രേലിയയിൽ നിന്ന് ഇരുന്ന് കാണുക. ചേച്ചി കൊതിപ്പിക്കല്ലേ, എനിക്കറിയാം, ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുള്ളതല്ലേ. ഇതൊക്കെ കാണുമ്പം വെളിനാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര കൊതിയായിരിക്കും. അവരുടെ കമൻസ് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെയല്ലേ കാണുന്നത് ചിലർക്ക് ഇഷ്ടം, അതുകൊണ്ടങ്ങ് ഇടുന്നയാ. അടിച്ചു പറപ്പിച്ച ചായ. അപ്പോൾ ഉച്ചക്കത്തേക്ക് കഴിഞ്ഞ് ഞങ്ങളകത്ത് പോയി കുറേ നേരം ഞങ്ങൾ കട്ടിലേക്ക് കയറി കിടക്കും. ഇങ്ങനെ കാര്യം പറഞ്ഞ് കിടക്കും. പിന്നെ അവൾ വന്ന് നല്ല അടിപൊളി ഒരു ചായ ഇടുക. എന്തൊക്കെയാണെങ്കിലും അവളുടെ ആ തേയില ഉണ്ടല്ലേ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ചായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി സിറ്റൗട്ടിൽ പോയി. ആ സിറ്റൗട്ടിൽ പോയിരുന്ന് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെളിയിൽ റോഡല്ലേ മുന്നിൽ, റോഡിലോട്ടൊക്കെ പോകുന്നവരെ എല്ലാം കണ്ടും കാര്യം പറഞ്ഞൊക്കെ ഇരിക്കും. അവിടുന്ന് ഇരുന്നാൽ പിന്നെ അവിടുന്ന് എണ്ണിക്കാനേ തോന്നത്തില്ല.
എന്താ कैसे टेस्ट है चाय का? ചായക്ക് ടേസ്റ്റ് നല്ലേ. देखो നിനക്ക് മധുരം വേറെ ഇടുന്നുണ്ട്. देखो मैंने ये देखा. മൊബൈൽ എടുക്കാൻ കാര്യം പറഞ്ഞോ. देखो ना बस. ചായയും ചിപ്സും തിന്നെടുത്ത് അല്ലേ? അത് മുക്കി തിന്നണ്ട. അപ്പോൾ ഈ ചിപ്സ് എന്ന് പറഞ്ഞതേ ഒരു ഇച്ചിരി ഇളം മധുരമുള്ള ചിപ്സാണ്. എനിക്ക് അങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അതും ഇങ്ങനെ വെക്കുന്നുണ്ട്. ചിലർക്ക് അത് ഇഷ്ടമാണ്, അല്ലാതെ ഒട്ടും മധുരം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നല്ല കറുമുറായിരിക്കുക. പക്ഷേ ഇത്രയും നല്ലത് നമുക്ക് അവിടെ ബോംബെയിൽ കിട്ടത്തില്ല. അവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ഇച്ചിരി നാക്കിലോട്ടൊക്കെ ഇച്ചിരി സോൾട്ട് ഒക്കെ ഉള്ളൊരു, എന്നാലും ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് അതിന് കിട്ടാറില്ല. അപ്പോൾ സിറ്റൗട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ജോസ് കടയൊക്കെ ഷട്ടറിട്ടു. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു എന്നാൽ വാ നമുക്ക് വെറുതെ വെളുത്തുള്ളി എങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും അതൊരു ഉപകാരമാവും, നമ്മുടെ കാര്യം പറച്ചിലും നടക്കും. അപ്പോൾ പോൾ വന്ന് വീഡിയോ എടുത്തതാണ്. അവിടെ ജോസിൻ്റെ കോമഡി കേട്ടാൽ പ്രൈസിന് ചിലതൊന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പ്രൈസ് ഇങ്ങനെ വായും പൊളന്ന് നിൽക്കും. പക്ഷേ പോളിന് ഇഷ്ടം ഇങ്ങനെ അവന്മാർ ജോസിൻ്റെ ഈ കോമഡി കേൾക്കാനാണ് ഈ പുറകെ നടക്കുന്നത്. ഇതിപ്പം ഞാനേ അങ്ങ് എൻ്റെ വോയിസ് ഓവർ കൊടുത്തതേ അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ കുറേ വേറെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി എന്തോ ഫുഡ് വേണമെന്ന് ഓരോ ഓപ്ഷൻ പറഞ്ഞോണ്ടേ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു കപ്പ പുഴുങ്ങാന്ന് രാത്രി. ഇന്ന് അത്താഴം ഇതാ നല്ല ചൂട് കപ്പ, നല്ല വേവുന്ന കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് ഒരു ചട്നി ഉണ്ടാക്കുക. ജോസും പിള്ളേരും കൂടെ കഴിക്കാനിരുന്നു. അതിന് ശേഷം ഞാനും അവളോട് ഇരിക്കത്തുള്ളൂ. അപ്പം അവർക്ക് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി വാളംപുളി, നമ്മുടെ ഈ സാമ്പാറിലിടുന്ന പുളിയും കൂടെ ഞെവിടിയിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ, എന്നിട്ട് ഇച്ചിരി കട്ടൻ കാപ്പിയും കൂടെ ഇട്ടായിരുന്നു. കട്ടൻ കാപ്പിയുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കിന് നമുക്ക് കൊതി മൂത്ത് നമ്മളും തിന്നാനിരുന്നു. സ്ട്രോബെറി ആണോ? സ്ട്രോബെറി ഇങ്ങനെ കോണിൽ കൂണ് നിറയ്ക്കും നിങ്ങൾ. അപ്പോൾ എല്ലാവരും തിന്നാൻ പോവാം. ജീവിതത്തിൽ ആദ്യമായിട്ട് വീഡിയോയുടെ മുമ്പിൽ കേക്ക് കട്ട് ചെയ്തു. കഴിഞ്ഞ വർഷമല്ല, ഒരു പ്രാവശ്യം അങ്ങോട്ട് ദിവസം കേക്ക് മേടിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം, ഒന്നല്ലേ രണ്ട്, അതിൽ കൂടുതലില്ല. അയ്യോ ഒന്നല്ലെങ്കിൽ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി മെയ് 6 ബ്രദറിൻ്റെ ഏപ്രിൽ 6 ആയിരുന്നു. അതുകൊണ്ട് ഷീബയ്ക്ക് നല്ല ഓർമ്മയായിരുന്നു. ഞാൻ വരാൻ ഷീബ പറഞ്ഞു ബെൻസിയുടെ വെഡിങ് ആനിവേഴ്സറി. ഇപ്പം നമ്മൾ നമ്മുടെ തന്നെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർക്കാറില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ആ കേക്ക് ഞങ്ങൾ രാത്രി അവരെയും കൊണ്ട് മുറിപ്പിച്ചിട്ട് പിന്നെ ഫോട്ടോ ഷൂട്ടിംഗ് ആയിരുന്നു ഇവിടെ. അന്ന് രാത്രി ഞങ്ങൾ കിടന്നല്ലോ എത്ര സമയമായെന്നറിയാമോ? അതിൽ കുറച്ചൊക്കെ എഴുതി. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ബെൻസി ഇടും അവിടെ വ്ളോഗിൽ. പിള്ളേർ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച വേലയാണ് ഇത്. ബെഞ്ചോമി ജോസങ്കിളെ ചെയ്യുമെന്നും പറഞ്ഞു. പിന്നെ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.